നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാൻ വിളിക്കോന്ന്. എനിക്ക് പേടിയാവാ ചേച്ചി. നീ ഇപ്പൊ പേടിക്കൊന്നും വേണ്ട, വിളിക്കും. ആ ഷെഫീർക്ക, അല്ല വിജയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല ഇല്ലാന്നേ, ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അജ്മാലിലാണ് അവൻ വർക്ക് ചെയ്ത് തരുന്നത്. അതെ, ഇല്ല ഒരു രക്ഷയില്ല. ഒന്ന് ഞാൻ പറയണതേ, വിജയേട്ടനോടൊന്ന് മൂപ്പര് ശ്രമിച്ചാൽ നടക്കില്ലേ? അവിടെ UAE ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളല്ലേ. മൂപ്പര് ഒന്ന് സംസാരിച്ചിട്ട് ഷെഫീർക്കൊന്ന് കാര്യം ഒന്ന് പറഞ്ഞിട്ടൊന്ന് ശരിയാക്കോ? ആ അതെ, അല്ല ഇതിപ്പോ നമുക്ക് യാതൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. എവിടെയാണെന്ന് എന്താണെന്ന് ഫോൺ വിളിച്ചാലും കിട്ടില്ല. ആൾക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് അറിയാനായിട്ടായിരുന്നു. ഒന്ന് അന്വേഷിച്ചിട്ട് വിജയേട്ടനോടൊന്ന് പറയട്ടോ. ആയിക്കോട്ടെ. എന്തായാ അമ്പിളിയുടെ വല്ല വിവരമുണ്ടോ? എന്ത് വിവരം എൻ്റെ പുണ്യെ? എന്താ ഞാൻ ആ വിജയേട്ടനോടൊന്ന് അന്വേഷിക്കാൻ പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഷെഫീർ. ഏത് വിജയേട്ടൻ? അവിടെ UAE ഉള്ള കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുള്ള ഒരാളുണ്ട്, വിജയേട്ടൻ. മൂപ്പര് അവിടെ ദുബൈയിലാണല്ലോ. അപ്പൊ ആളോടൊന്ന് സംസാരിക്കാൻ പറയാൻ ഞാൻ ഇപ്പൊ ഷെഫീർ ഖാനെ വിളിച്ചതാ. അല്ല, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും, സംഗതി നമുക്ക് കിട്ടും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയായിരുന്നു. ഞാനത് കൂടാണ്ട് പാർട്ടിയിലുള്ള കുറെ നേതാക്കന്മാരൊക്കെ പരിചയമുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ടി നേതാക്കന്മാരൊക്കെ ദുബായിലുണ്ടോ? ഇവിടുത്തെ കൂടുതൽ അവിടെ ഉള്ളത്. ആണോ? പിന്നെ അല്ല, അത് കൂടാണ്ട് ഇവിടുന്ന് കയറി പോണ ആൾക്കാർ ഒരാവശ്യമായിട്ട് അത് വേറെയും. ഇനി അതൊക്കെ കൂടി ചെന്ന് ശല്യമായിട്ട് അവരവിടുന്ന് എല്ലാവരെയും പറഞ്ഞു വിടാഞ്ഞാൽ മതി. അപ്പൊ ഇനിയിപ്പോ അവിടെ ഇലക്ഷനും മന്ത്രിസഭയൊക്കെ ഉണ്ടാവുമോ? എന്താ ഇപ്പൊ നിന്റെ ആവശ്യം? അമ്പളിയിലെ കാണലാണോ അതപ്പോ അവിടെ മന്ത്രിസഭ കൂടുതലാണോ? അല്ല, അമ്മാവൻ പറഞ്ഞപ്പോ അതൊക്കെ അതിന്റെ വഴിക്ക് എന്താ വെച്ചാൽ നടക്കട്ടെ. നമ്മളിപ്പോ ഈ ചെക്കന്റെ കാര്യത്തിന് എന്റെ അപ്പുണ്യെ, ഞാനിപ്പോ ഈ തറവാട്ടിലെ പെണ്ണുങ്ങളോട് കുഴപ്പമില്ല, വിഷമിക്കാനൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയണമെന്നില്ലാണ്ട് കാര്യം അത്ര നിസ്സാരല്ല അത്. എനിക്കറിയാ. ഞാനതല്ലേ ഷാനിയുടെ മുമ്പിൽ പെടാണ്ട് നടക്കണത്. അവളുടെ സങ്കടം കണ്ടുകൂടട്ടോ. ആ കുട്ടറ മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോഴും കിടന്ന് കറിയാണ് അവിടെ. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക പുണ്യ? അന്വേഷിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക്. എന്താ ചെയ്യാ? ഓരോ അമ്മാവാ മനോരമ വരുന്നുണ്ട് കേട്ടോ. എന്ത് ഇവരങ്ങട് അവൻ കാര്യമില്ല അറിഞ്ഞിട്ടുണ്ടോ? പറയണ്ടാ. എന്തേ എന്താ മനോഹര കുറങ്ങും ചേടിച്ച മാതിരി നിൽക്കണേ? എന്റെ അമ്പിളി മുതലാളിനെ അറബി പോലീസിന് പിടിച്ചു കൊടുത്തപ്പോ എല്ലാവർക്കും സമാധാനമല്ലോ. അതെന്ത് വർത്താനാണോ നീ അങ്ങനെ പറയണത്? ഞങ്ങളെ അമ്പിളിനെ അറബി പോലീസിന് പിടിച്ചു കൊടുത്തേ അറിഞ്ഞിട്ടല്ലോ. നാട്ടിലെ പോലീസാ പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവട്ടെ. അറബി പോലീസ് പിടിച്ചോണ്ടി നാട്ടുകാരറിഞ്ഞ ആ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കും? അപ്പൊ അമ്പിളിനെ അറബി പോലീസ് പിടിച്ചോണ്ട് നീ അങ്ങോട്ട് ഉറപ്പിച്ചോ? പിന്നെ ഉറപ്പിക്കാതെ അറബി ഷേക്ക് നേരിട്ട് വന്ന് അപ്പുട്ടിനോട്ടോട് പറയണം അമ്പിളി അറസ്റ്റ് ചെയ്തു. എന്ത് നീ പറയുന്നു? എത്ര നേരായി ഒരു അന്വേഷണം? എന്തെങ്കിലും വിവരമുണ്ടാ? കൊണ്ടുപോയി ഉറപ്പ്. എടാ, അവന് ഇവിടെ ഈ നാട്ടിൽ എന്നിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കിട്ടുമ്പോ നീയൊക്കെ തന്നെ അല്ലേ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നത്? അതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പൊ അവിടെ കിട്ടണേ. കുറ്റപ്പ് എന്റേത്. അന്ന് ദുബായി പോകുമ്പോ മുതലാളിയോട് ഞാൻ പറഞ്ഞു എന്നെയും കൂട്ടിക്കോ. എത്ര തവണ പറഞ്ഞു കൂട്ടിയിട്ടാ. എന്നിട്ട് പോയിട്ട് ഒരു ഫോൺ വിളി ഇല്ല. ഇപ്പം ഭാര്യനെ കൊണ്ടോണ്ട പരിപാടി ഞാൻ ഔട്ട്. എടാ, ഭാര്യനെ കൊണ്ടുപോകുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോയിട്ടുള്ള കാര്യം കഴുത. അങ്ങനെ പറ. അതുകൊണ്ട് അനുഭവിക്കുന്നു, ഇതെല്ലാം അനുഭവിക്കുന്നു. മുതലാളിയുടെ തല പോവും, ഒരു സംശയമില്ല. അതേ, നീ ഉണ്ടായി പോയ അവിടുന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. നീ പോയേ. പോയി കഴിഞ്ഞാ പിന്നെ മുതലാളി എന്ത് കാണാൻ പാങ്ങ്? തല ഉണ്ടെങ്കിൽ തന്നെ പാങ്ങില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? നീ വെറുതെ വേണ്ടാത്ത പറയണ്ടേ. ഞാനൊരു കാര്യം ചെയ്യാം, ഷാഹിനെ മുതലാളിയെ കണ്ട് ഒന്ന് സമാധാനിപ്പിക്കാം. നീ ഒരു കാര്യവും ചെയ്യണ്ട, നീ സമാധാനിപ്പിക്കാൻ വേണ്ട. ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ പറയാൻ പോണേ. നീ അവിടെ പോയി പറഞ്ഞല്ലേ അവളെ ചെലവെടുത്ത് നിന്നെ അടിക്കൂട്ടോ. പിന്നെ അല്ല, ഒന്നും നീ പറയണ്ട. നീ തൽക്കാലം വിടുന്നതാണ് പോയാ മതി. എന്റെ മനോഹര ഒന്ന് ആ കാല് വീണ് ഞാൻ കരഞ്ഞു. കുഴപ്പമില്ല, അവളുടെ ഉള്ള കാലം മതി അവൾക്ക്. 5 മിനിറ്റ് വേണ്ട. വേണ്ട, ഒന്നും വേണ്ട. ആ കുട്ടി അങ്ങനത്തെ അവസ്ഥയിലായിരിക്കണം. ഇനിയിപ്പോ നീ പോയിട്ട് സംസാരിച്ചിട്ട് വേണം. അപ്പൊ ഞങ്ങളൊന്ന് സംസാരിച്ചാ പോരാപ്പോ. ഷാഹിനെ മുതലാളി ഒന്ന് പറഞ്ഞേക്ക്, മരണവിവരം അറിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു. ആരും മരിച്ചേ? എല്ലാ അറബി പോലീസ് എന്തായാലും തലവെട്ടി കൊല്ലല്ലോ മുതലാളിന. അത് നേരത്തെ പറയണ്ടേ? അല്ല പിന്നെ കണ്ണി കണ്ട വർത്താനം പറയാണ്. ബോധമില്ലാണ്ടോ എന്താ ചെയ്യാ? നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും കൂടി നമ്മൾ തന്നെ ചികിത്സിക്കണേ ജന്തുവിനെ. വർത്തമാനങ്ങൾ ഓരോന്ന് പറഞ്ഞ നോക്കിയേ.
ഇനിയിപ്പോ അവൻ നാട്ടുകാരടുത്ത് മുഴുവൻ പരത്തത്. എന്താ ചെയ്യട്ടെ ഒരു തങ്ങട്ട സാധനങ്ങൾ. അമ്മാവ അമ്പിളിക്ക് എന്തെങ്കിലും പറ്റുമോ? എന്താ നീ പറയണത്? നമ്മുടെ എത്ര ആൾക്കാരുണ്ട് അവിടെ? അങ്ങനെയൊന്നുമില്ല. കാണാണ്ടാവുമ്പോഴുള്ള പെട്ടെന്നുള്ളൊരു വിഷമം. നമ്മളിപ്പോ ആൾക്കാരെല്ലാവരും കൊണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാര്യങ്ങൾ എന്താ വെച്ചാൽ അറിയില്ലേ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊന്നും പ്രശ്നമില്ല. ഇത് വിവരമില്ലാണ്ട് ഓരോന്ന് പറയണല്ലേ, ബോധമില്ലാത്തവൻ. വേറെ കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കോ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പോക്കോ. ഷായന, കരയാതെ മോളെ, എണീറ്റേ, എണീക്ക്. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ബാ എണീക്ക്, ബാ. വേണ്ട, എന്റെ അമ്പിളിക്കെ പറ്റി ഒരു വിവരം കിട്ടുന്നിടം വരെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുന്നില്ല ഇനി. എടി, ഇത് ചിലപ്പോ അമ്പിളിയായിട്ട് നിന്നെ വെറുതെ തമാശക്ക് കളിപ്പിക്കുന്നതായിരിക്കും. ചേച്ചി, അമ്പിളിക്ക് എനിക്ക് വിഷമാവെന്ന് കരുതി അങ്ങനെ എന്നെ പറ്റിക്കാറൊന്നുമില്ല. ചിലപ്പോ ഏപ്രിൽ ഫുൾ ആക്കണതായിരിക്കും. ഇത് ഏപ്രിൽ അല്ലല്ലോ, പിന്നെ എങ്ങനെ ഏപ്രിൽ ഫുൾ ആക്കുക? എടി, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഷായന, ഞാൻ പറയണത് നീ സമാധാനായിട്ട് കേക്ക്. എന്താ? അതിപ്പോ ആണുങ്ങളെ എല്ലായിടത്തും പോകുന്നത് വിളിച്ചു പറയണമെന്നൊന്നും ഇല്ല. ചിലപ്പോ ഭാര്യമാരോട് പറയാതെ പോകുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും. അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണത്. അതേത് സ്ഥലം? അതേത് സ്ഥലം എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിപ്പോ ഗൾഫിലല്ലേ, അപ്പൊ അതിന് സാധ്യത കൂടുതലാ. അതെ ചേച്ചി, ബാക്കി ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അമ്പിളിക്കയുടെ കാര്യം എനിക്കറിയാം. അമ്പിളിക്കേ ഒരിടത്തും എന്നോട് പറയാതെ പോവില്ല. അതിപ്പോ എന്റെ അപ്പുണ്ണിയാണോ അങ്ങനെ തന്നെ. അപ്പുണ്ണേട്ടൻ ചേച്ചിയുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷെ എന്റെ അമ്പിളിക്ക് ആ മരുഭൂമിയിൽ എവിടെയാന്ന് പോലും അറിയാതെയാ. നീ ഇങ്ങനെ കരയല്ലേ ഷായന. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്പിളിക്ക് എവിടെയാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചിരിച്ചോണ്ടിരിക്കണേ. എടേ, എന്തിനും ഒരു പരിഹാരം ഇല്ലാത്ത കാര്യമുണ്ടോ? എന്ത് പരിഹാരം ചേച്ചി ഇതിൽ? നമുക്ക് അന്വേഷിക്കാം. അമ്പിളിയായിട്ട് നിന്നോട് പറയാതെ എവിടെ നടക്കണേന്നൊന്നും അറിയണല്ലോ. അങ്ങനൊന്നും അല്ല, അമ്പിളിക്ക് വേറെന്തോ പറ്റിയതോ. വേറെ എന്ത് പറ്റാൻ? എനിക്ക് അറിഞ്ഞൂടാ. എടി, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിന്നോട് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞില്ലേ അമ്പിളിക്ക് അങ്ങനെ ഒളിച്ചു വെക്കൂല. അത് നിന്റെ വിശ്വാസല്ലേ? അല്ല, അങ്ങനെ എങ്കിൽ മോങ്ങിക്കൊണ്ടിരുന്നു അവിടെ. എടിക്കറിയല്ലേന്ന്, എടിക്കറിയാതിരിക്കാൻ. ഷാഹിന, നിന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? അമ്മ, ഈ ചേച്ചിനെ വെറുതെ കരയിപ്പിക്കുക. കുമാരി, നിന്നോട് ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് ഇവളെ കരയിപ്പിക്കാം? അല്ല അമ്മേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഇവക്കൊന്നും മനസ്സിലാവണില്ല. വെറുതെ ഇരുന്ന് കരയാ. ഇനി അമ്മ പറയും. അതൊന്നും അല്ല അമ്മ, ഈ ചേച്ചി പറയാ അമ്പിളിക്ക് എന്നോട് പറയാൻ പറ്റാത്ത ഏതോ സ്ഥലത്ത് പോയേക്കാന്ന്. അതേത് സ്ഥലം? നീ വെറുതെ തോന്നിയാസം പറയല്ലേ. അമ്മ, ഞാൻ എന്താ പറഞ്ഞറിയോ, ഈ ജോലി സംബന്ധമായിട്ട് വലിയ വലിയ ഓഫീസിലൊക്കെ പോവില്ലേ, അവിടെ ഒന്നും ഫോൺ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും ഞാൻ ഇവളോട് പറഞ്ഞതാ. ആ, അങ്ങനെ ആയിരിക്കും മോളെ. നീ ഇങ്ങനെ കരയല്ലേ, ഒന്ന് സമാധാനിക്കേ. അമ്മയ്ക്ക് അങ്ങനൊക്കെ പറയാം. കാണാതായത് എന്നെ കെട്ടിയോരെയാ. ആ, എന്ത് വർത്താനം നീ പറയണ്? അത് നിന്റെ കെട്ടിയോ മാത്രാണോ? എന്റെ മോനും കൂടിയല്ലേ? പക്ഷെ അമ്മയ്ക്ക് വേറെ 2 മക്കളും കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഒരു കെട്ടിയോരേ ഉള്ളൂ. ഇവളെന്തായി പറയണത്? ആ സങ്കടം കൊണ്ട് അവൾക്ക് എന്തോ ആയിപ്പോയി. കുമാരി, അച്ഛന്റെ കൂട്ടുകാരൻ ആ സുബൈർക്കയില്ലേ, അങ്ങേരിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതാ തബല ഒട്ടനെയോ? ആ, അത് തന്നെ. അമ്മ, അച്ഛനോടൊരു കാര്യം പറയണം. മോനെ കാണാതായിരിക്കുന്ന ഈ സമയത്ത് കൂട്ടുകാരെ വിളിച്ച് സൽക്കരിച്ച് ദർബാറാക്കല്ലെന്ന്. എന്റെ ദൈവമേ, സൽക്കരിക്കാൻ വിളിച്ചതല്ല. പിന്നെ തബല ഒട്ടാനാ? ആ, തബല കൊട്ടാൻ പറ്റിയ സമയവും ഇത് അതൊന്നും അല്ല. ഈ സുബൈർഖാന്റെ മോൻ ജോലി ചെയ്യണതേ നമ്മുടെ അമ്പിളി ജോലി ചെയ്യുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ അപ്പുറ. അപ്പൊ അവനോട് പറഞ്ഞിട്ട് അമ്പിളി ഒന്ന് പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ, സമാധാനായല്ലോ. എനിക്ക് സമാധാനമൊന്നും ആയില്ല. അമ്പിളിക്ക് എന്നെ വിളിച്ചാലും എനിക്ക് സമാധാനാവുള്ളൂ. അതൊക്കെ നമുക്ക് വിളിപ്പിക്കാം. മോളിപ്പോ വന്ന് വല്ലതും കഴിച്ചേ? എനിക്കൊന്നും വേണ്ടമ്മ. ആ, നിനക്കൊന്നും വേണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്നോ. വാ അമ്മേ, നമുക്ക് പോയി കഴിക്കാം. നീ പൊടി അവിടുന്ന്. നീ വേണമെങ്കിൽ പോയി കഴിച്ചോ. ആ, ഞാൻ കഴിക്കാൻ പോവാ. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ, ആ, അമ്മ ഒന്ന് ഇവിടെ ഇരിക്കുവോ?
എന്താ മോളെ? ശോ, നീ ഇങ്ങനെ കരയല്ലേ? എന്നാൽ എന്റെ അമ്പിളിക്ക് എവിടെ പോയി അമ്മ? അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ വിളിച്ചോളൂ, നീ ഒന്ന് സമാധാനിക്ക്. നീ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഇറങ്ങത്തില്ല. കുട്ടിയോട് ഞാൻ എന്താ പറയാ? സുബേറിന്റെ 3 മക്കളും അവന്റെ ഇളയവന്റെ മക്കളും പെങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ ഗൾഫിൽ തന്നെ. അല്ല അതെനിക്ക് അറിയാലോ അല്ലയാ. അച്ഛാ ഇവരെല്ലാരും ഗൾഫിലായിട്ട് സുബൈർക്ക് എന്താ ഗൾഫിലേക്ക് പോകാത്ത? ഇവിടെ തന്നെ നിൽക്കണെന്താ? അവൻ കുറച്ചാള് ഗൾഫിലായിരുന്നല്ലോ. ഇപ്പോഴും അവൻ ഇടയ്ക്കിടയ്ക്ക് പോകും, തിരിച്ചു വരും. അപ്പുണ്ണി നമ്മള് മാർക്കറ്റിലൊക്കെ പോയിട്ട് പച്ചക്കറി മീനൊക്കെ മേടിച്ചു വരില്ലേ, അതേപോലെ സൂപ്പർക്ക് ഗൾഫിൽ പോയി വരണേ. അവിടെ എല്ലാവരും അവിടെ തന്നെയല്ലേ അവരുടെ. പിന്നെ ആൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ ഇഷ്ടമൊന്നുമില്ല. ആളിവിടെ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാൽ ആ ചായക്കടയിലൊക്കെ ഒന്ന് കയറി മൂപ്പരെ സുഹൃത്തുക്കളായിക്കോട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് വെടി പറഞ്ഞൊക്കെ ഇരിക്കാനാ ആൾക്ക് താല്പര്യം. പുറത്തേക്കൊന്നും പോവില്ല. അങ്ങനെ ഒരാളാ ഇതാ വരുന്നത്. ആ ബലരാമ പങ്കിയുണ്ടല്ലോ. വരൂ, ഇരിക്കുന്ന പേർക്ക. അല്ല എന്റെ ബലരാമ, നിന്റെ മോൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് നീ എന്നോട് പറയാൻ ഇത്ര വൈകിയത് എന്താ? എടാ അതെ, അവന്റെ ഫോണിന് എന്തോ തകരാറ് സംഭവിച്ചെന്ന് വിചാരിച്ചാൽ നിന്നെ ഞങ്ങൾ വിളിക്കായിരുന്നത്. കൊള്ളാം. നീ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ മോൻ നവാസിനെ വിളിച്ച് ഞാൻ പറഞ്ഞു. അവനും അവന്റെ കൂട്ടുകാരും കൂടെ അമ്പിളി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതെല്ലേ? സുബൈർക്ക് എന്നിട്ട് വല്ല വിവരവും കിട്ടിയോ? അവൻ താമസിക്കുന്ന റൂമിലേക്ക് അവൻ എത്തിയിട്ടില്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അവിടെ റൂമിൽ എത്തിയില്ലേ, പിന്നെ അവൻ എവിടെ പോയി? അതാ പുണ്ണി, അവൻ ഈ ചങ്ങായിമാരും ഒത്ത് അവരുടെ റൂമിൽ പോയി കമ്പനി കൂടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവൻ എവിടെ ചെന്നാലും കൂട്ടുകാരെ സംഘടിപ്പിക്കലും കമ്പനി കൂടലും പരിപാടി തന്നെയാണല്ലോ ഈശ്വര. ഇപ്പോഴും ഒരു മാറ്റമില്ല എന്നുള്ളതാ. അതൊക്കെ തന്നെയാണ് പ്രശ്നം. സുബൈർക്ക് നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ? എന്നാല് പങ്കി ആ വഴിക്ക് തന്നെയാണ് അന്വേഷിക്കണത്. എന്റെ മക്കള് മരുമക്കള് എല്ലാവരും പോയി കറങ്ങി അന്വേഷിക്കുന്നുണ്ട്. പിന്നൊരു കാര്യമുള്ള എന്താന്ന് വെച്ചാൽ പോലീസ് വഴി ബന്ധപ്പെടാൻ നമുക്ക് പറ്റില്ല. അത് വലിയ ഇടങ്ങേറായി. വേണ്ട വേണ്ട, അതാണ് ഞാൻ അവരെ ഏൽപ്പിച്ചേക്കണത്. അവര് പോയി അത് അവർ തപ്പി പിടിച്ചോളൂ, ഉറപ്പാണ്. നിങ്ങൾ പേടിക്കണ്ട. അതിനുള്ള എല്ലാ വഴിയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യ, ഈ ചെക്കൻ്റെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല, ഒരു അന്തല്ലാതാണ് ഇവിടെ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെ പോണത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. മക്കൾക്ക് ഈ കാരണവന്മാരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടില്ല. അവരുടെ മനസ്സ് കാണാനും അവർ ശ്രമിക്കണില്ല. നീ വിഷമിക്കേണ്ട ബലരാമ, നീ ആ ചായ കുടിക്ക്. സമാധാനം ഉണ്ടാക്കാന്ന് ഞാനില്ല. പിന്നെ നീ എന്തിനാ പേടിക്കണത്? നീ പേടിക്കണ്ട. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയൊരു സമാധാനമായിരുന്നു സുബൈർക്ക്. അതാണേ കിട്ടുന്നേ, ഉടനെ കിട്ടും. കിട്ടാനുള്ള വഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്പിളി കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേടാ? പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. എന്റെ ബലരാമ, എടാ നിന്റെ മോൻ അമ്പിളി എന്ന് പറഞ്ഞാൽ എൻ്റെ ആരാ? എൻ്റെ മോനല്ലേ? എടാ എൻ്റെ മക്കളുടെയും മരുമക്കളുടെ ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സുബൈർക്കടെ ഫോൺ അടിക്കും. ഫോൺ മരുമോനാണ്. അതല്ലേ? ആ മോനെ സുഹൈലെ പറയടാ. ആ പോവാ. എന്നിട്ട് ഓടച്ചൂനെ നീ ഒരു പണി ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മുടെ അമ്പിളി ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. പെട്ടെന്ന് പോയി അന്വേഷിക്കും. എത്രയും വേഗം എനിക്ക് വിവരം കിട്ടണം. മനസ്സിലായാ? ഓക്കെ, ശരി. എന്താ സുബേറെ? അല്ല എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്. സുബൈർക്ക് എന്ത് പ്രശ്നമാണെങ്കിലും തുറന്നു പറഞ്ഞോളൂട്ടോ. അതെ, എൻ്റെ മരുമോൻ്റെ കൂട്ടുകാർ വഴി അറിഞ്ഞൊരു വിവരമാണ്. അമ്പിളി അവൻ്റെ കൂട്ടുകാരുമൊത്ത് ലേബർ ക്യാമ്പിൽ പോയിട്ട് ഒരു കമ്പനി കൂടുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ ഇന്നലെ ഒരു അടിപിടി നടന്നിട്ടുണ്ട്. എന്ത് പറയണു പങ്കി, അവസാനം അത് കത്തിക്കുത്തിൽ അവസാനിച്ച് ഒരാൾ മരിച്ചെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അമ്പിളി മരിച്ചോ? ഒന്ന് ചുമ്മാതിരി പുണ്യൊന്ന്. അമ്പിളിയൊന്നും അല്ല, അതൊരു പാകിസ്ഥാനിയാണ്. ഈ ദുബായ് പോലീസിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഒരു സംഭവം ഉണ്ടായ അവിടെ നിൽക്കുന്ന സകല എണ്ണത്തിനും തൂത്തുവാരി എടുത്തുള്ളൂ. അത് അവിടുത്തെ ഒരു ചട്ടും. ഒരു വിവരവും നമുക്ക് പുറത്തേക്ക് വരില്ല. അപ്പൊ ആ കൂട്ടത്തിൽ അമ്പിളി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ അവിടെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി പിടിപാടുള്ള ആളവിടെ ഉണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും, എന്തായാലും പെട്ടുണ്ടാവും. സുബൈർക്ക, ആ കൂട്ടത്തിലെ കളറും മുണ്ടും ചുവപ്പ് പുള്ളി ഷർട്ടും ആളുണ്ടെങ്കിൽ അത് അമ്പിളി ആയിരിക്കും. നോക്കിക്കോളും. പുണ്ണി അവിടെ കളർ ഷർട്ടും മുണ്ടും പോയിട്ട്
ഒരു പേര് വിവരം പോലും ദുബായ് പോലീസ് പുറത്തേക്ക് തരില്ല. എൻ്റെ ബൽറാമ, നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മകൻ്റെ വിവരവുമായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരൂ. പോരെ എങ്കിൽ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നാ. സുബൈർക്ക് വന്നിട്ട് ഒരു ചായയും കൂടി തന്നില്ല. ഓ ഇപ്പൊ ചായയും നെയ്ച്ചോറും ഒക്കെ തിന്നാൻ പറ്റിയൊരു സമയമാണിത്. ഞാനത് അന്വേഷിച്ചിട്ട് വരട്ടെ. അച്ഛാ, ഈ സുബൈർക്കനെ പോലുള്ള ഒരു കൂട്ടുകാരന് അച്ഛനെ കിട്ടിയത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യല്ലേ? പറയാനുണ്ടോടാ, അവനാരാ? اسمك هو قلت له باتم بلي كوتن سسوي قتل باكستاني الكبرنا ترتيب هذا الشغل هذا كلا صادنا منا. ايوه അയ്യോ, വെട്ടല്ലേ, എന്റെ അമ്പിളിക്കയുടെ തല വെട്ടല്ലേ. അയ്യോ, അമ്പിളിക്ക, അമ്പിളിക്ക, അമ്പിളിക്ക. നീ എന്താണ് കൂവുന്നത്? അപ്പച്ചി, എന്റെ അമ്പിളിക്ക. അപ്പച്ചി, എന്റെ അമ്പിളിക്കയുടെ തല വെട്ടി. തല വെട്ടി? ആര്? അറബികളെ അമ്പിളിക്കയുടെ തല വെട്ടിക്കളഞ്ഞു. അപ്പുണ്ണിയേട്ടൻ നമ്മുടെ തോട്ടത്തില് വാഴക്കോല് ഒറ്റ വെട്ടില് വെട്ടൂലേ, അതുപോലെ വെട്ടിക്കളഞ്ഞു അപ്പച്ചി. ഏടി വേണ്ട, നീ പകല് മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരുന്നതാ രാത്രി ഇങ്ങനെ ഓരോ സ്വപ്നം കാണുന്നത്. അതല്ല, അമ്പിളിക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക്. പറ്റി മനുഷ്യൻ രാത്രി ഒന്ന് കിടന്നു തുറക്കുവോ? സ്വസ്ഥമായിട്ട് കിടക്കാനാ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും കിടത്തിയത്. അപ്പച്ചി, എന്റെ അമ്പിളിക്ക. എടി അമ്പളിക്കായിക്കോ, നീ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല വെളുത്തിരിക്കുന്നോ അതോ വെയിലൊക്കെ കൊണ്ട് വാടി? അതൊന്നും ഞാൻ കണ്ടില്ല. ആ ദുഷ്ടന്മാരെ അറബികളെ അമ്പിളിക്കയുടെ തല കറുത്ത മുഖംമൂടി കൊണ്ട് മൂടിയേക്കായിരുന്നു. ആണോ? അത് സാരമില്ല, നാളെ സ്വപ്നം കാണുമ്പോ ഈ കറുത്ത മുഖം മൂടി അവർ മാറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് കാണാം. അതുവരെ ഒന്നും അവര് കാക്കൂല അപ്പച്ചി. അപ്പച്ചി, ഇന്നേതാ ദിവസം? ഇന്നോ? ഇന്ന് 12 മണി കഴിഞ്ഞെങ്കിൽ വെള്ളിയാഴ്ചയാ. വെള്ളിയാഴ്ചയാണോ? സാധാരണ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവര് തല വെട്ടാറ്. എന്റെ അമ്പിളിക്കയുടെ തല പോയി. അയ്യോ എടി, നീ സങ്കടപ്പെടാതെ. നമുക്ക് നാളെ അപ്പച്ചി എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനൊക്കെ പറയെങ്കിൽ ടെൻഷൻ ആവൂല. അപ്പച്ചിക്കുള്ളൊരു വിഷമമില്ല. എനിക്ക് വിഷമില്ല കേട്ടോ. ഇവിടെ കിടന്ന് പോയി കിടന്ന ഗൾഫ് രാജ്യത്തിൽ കിടക്കുന്ന ദൂരം വല്ലോ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? നീ സമാനപ്പെട്, നമുക്ക് അന്വേഷിക്കാം അതിനെ പറ്റിയൊക്കെ. അപ്പച്ചി, എന്റെ അമ്പിളിക്കയുടെ തല. എനിക്ക് കൊച്ചെ നീ കരയാതെ. അഥവാ ഇനിയിപ്പൊ നീ സ്വപ്നം കണ്ടത് ശരിയാണെങ്കിൽ നാളെ ടിവിയിലും പത്രത്തിലൊക്കെ വരുമ്പോ നമുക്ക് നല്ലപോലെ കാണാലോ. അപ്പച്ചി, ഇറങ്ങി പോകണ്ടല്ലേ മുറിയുന്നത്? അവിടെ നീ എന്തിനാ എന്നോട് ചൂടാവും? ഞാനാണ് അവന്റെ തല വെട്ടിയത്. പിന്നെ ഇങ്ങനെ പറഞ്ഞാ ഞാൻ ഇവിടെ പിടിച്ച് കിടന്നോ? നീ പിടിച്ച് കിടത്തണം. ഞാൻ അപ്പച്ചി, അങ്ങനെ അങ്ങ് പോവല്ലേ. എന്തൊരു ശല്യമാണ്. സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്, ഇവിടെ കിടത്തിയല്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? ഉറക്കവും പോയി. അറബി പോലീസ് ലേബർ ക്യാമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവരുടെ ലിസ്റ്റ് പുറത്തു വിടാത്തതുകൊണ്ട് ഒരു രൂപവും കിട്ടുന്നില്ല. അവരത് രഹസ്യമാക്കി വച്ചിരിക്കുക. മജീദേ, പങ്കി വിചാരിച്ച അറബി പോലീസിന്റെ അടുത്തുനിന്ന് അമ്പിളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ?
സീതേച്ചി എന്ത് വർത്താനായി പറയുന്നത്? നമ്മുടെ നാട്ടിലൊരു പ്രതിയെ പിടിച്ചോണ്ട് പോയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പങ്കമാനെ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? പിന്നെ ഇനി അങ്ങ് ഗൾഫിലെ കാര്യം. വാപ്പ, അറബികൾ അമ്പിളിക്കയുടെ തല വെട്ടുന്ന സ്വപ്നത്തിൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. മോള് സ്വപ്നം കണ്ടതുപോലെ അറബികളൊന്നും അമ്പിളിയുടെ തല വെട്ടത്തില്ല മക്കളെ. അതെ, ഈ തല വെട്ടുക എന്നൊക്കെ പറയുന്നത് അവസാനത്തെ ശിക്ഷയാ. അതിനുമുമ്പ് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ മരിച്ചയാളിന്റെ വീട്ടുകാരെ ചെന്നുകൊണ്ട് ഒരു മോചനദ്രവ്യം അവർ പറയുന്ന തുക കൊടുത്താൽ അമ്പിളിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. മജീദ്, ഈ മോചനദ്രവ്യം എന്ന് പറയുമ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതിപ്പം ഈ സാധാരണ കേസുകളിൽ കണ്ടുവരുന്നത് വൻ തുകകളാണ് അവർ ചോദിക്കുന്നത്. ചിലപ്പോ ഈ തറവാട് വരെ വിൽക്കേണ്ടി വരും. വിൽക്കേണ്ടി വന്ന അങ്ങ് വിൽക്കണം. മറ്റാർക്കും വേണ്ടിയിട്ടല്ലല്ലോ, അമ്പിളിമോന് വേണ്ടിയിട്ടല്ലേ? അങ്ങ് വിറ്റേക്കണം. തറവാട് വിറ്റാ കിട്ടുന്ന പൈസ മതിയാവോ മജീദേ? ഞങ്ങള് പിന്നെ എന്തിനാ സീതേച്ചി? ഞങ്ങളുടെ സകല സ്വത്തും വിറ്റേക്കാം. എന്നാലെങ്കിലും അമ്പിളിമോനെ രക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക്.